ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SSC എക്സാമിന് ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കാൻഡിഡേറ്റും ഏറ്റവും അത്യാവശ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷ് ഒരു പാർട്ടാണ് 120 ഗ്രാമർ റൂൾസ് എന്ന് പറയുന്നത്. ഈ 120 ഗ്രാമർ റൂൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്ലാസ് കൊണ്ട് 2 ക്ലാസ് കൊണ്ട് ഒരിക്കലും ഈ 120 ഗ്രാമർ റൂൾസ് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് കുറേശ്ശെ ഗ്രാമർ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇതിന്റെ 120 ഗ്രാമർ റൂൾസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം 120 ഗ്രാമർ റൂൾസ്. ഫസ്റ്റ് വൺ, ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, ദാറ്റ് മീൻസ് വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത്. സബ്ജക്ട് അതിനു മുമ്പ് നമ്മൾ ഈ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. എന്താണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് നമുക്ക് നോക്കാം. സബ്ജക്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബും എന്തായിരിക്കണം? അത് സിംഗുലർ ആയിരിക്കണം. എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. എന്താണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെന്നുള്ളതാണെങ്കിൽ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. What is subject verb agreement? If the subject is singular, the verb must be in singular form. If the subject is plural, the verb must be in plural form. That's called subject verb agreement. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അതിനോടൊപ്പം യൂസ് ചെയ്യുന്ന വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വെർബും എന്തായിരിക്കണം? അതും പ്ലൂറൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു സബ്ജക്റ്റേ ഉള്ളൂ എങ്കിൽ, ഇപ്പൊ ഹി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ഹി, അവൻ. അപ്പൊ നമുക്ക് ഇവിടെ ഈസ് ഉണ്ട്, ആറുണ്ട്. നമ്മൾ ഏത് വെർബ് കൊടുക്കും ഇതിന്റെ കൂടെ? ഈസും ആറും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈസിനെ നമ്മൾ സിംഗുലർ ആയിട്ടും ആറിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈസ് ആണോ ആറാണോ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് കൊടുക്കുന്നത് ചോദിച്ചാൽ ഈസ് ആണ്. കാരണം ഈ ഈസ് കൺസിഡർഡ് ആസ് സിംഗുലർ സബ്ജക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈസ് കൊടുത്തു. ഇവിടെ നമ്മൾ ദേ എന്ന് കൊടുത്താൽ, ദേ എന്ന സബ്ജക്റ്റ് പറഞ്ഞാൽ ദേ അറിയാം, നമുക്കറിയാം അവർ എന്നാണ്. ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വെർബാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു? ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന് സിംഗുലർ ആയിട്ടുള്ള വെർബും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് പ്ലൂറൽ ആയിട്ടുള്ള വെർബും കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. അപ്പൊ എന്നോട് പറയാം, എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇഫ് ദ സബ്ജക്ട് ഈസ് സിംഗുലർ, ദ വെർബ് മസ്റ്റ് ബി ഇൻ സിംഗുലർ ഫോം. ഇഫ് ദ സബ്ജക്ട് ഈസ് പ്ലൂറൽ, ദ വെർബ് മസ്റ്റ് ബി ഇൻ പ്ലൂറൽ ഫോം. ഓക്കെ, ഇനി നമുക്ക് പറ്റത് നോക്കാം. The subject verb agreement, verb agrees with the first subject whenever two subjects are connected by using. അതായത് രണ്ട് സബ്ജക്ട്സിനെ ഏതെങ്കിലും വേർഡുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ, അതായത് ഏതെങ്കിലും വേർഡുകളല്ല, ഈ പറയപ്പെടുന്ന വേർഡുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ എപ്പോഴാണ് നമുക്കൊരു കണക്റ്റിംഗ് വേർഡിന് ആവശ്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും എന്ത് ആവശ്യം വരുന്നുള്ളൂ? ഒരു കണക്റ്റിംഗ് വേർഡിന് ആവശ്യം വരുന്നുള്ളൂ, അല്ലേ? അപ്പൊ രണ്ട് സബ്ജക്ട്സുകളെ ഈ പറയപ്പെടുന്ന വേർഡുകൾ വെച്ച് കണക്ട് ചെയ്താൽ, ഒന്നും കൂടി കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. ജോൺ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, ഇപ്പൊ ജോൺ എന്ന് പറയുന്ന സബ്ജക്ട്, ഞാൻ ഒന്നാമത്തെ സബ്ജക്ട് ജോൺ ആണ്. ഓക്കെ, രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ജോൺ ആൻഡ് മേരി എന്ന് പറയുന്നത്. ജോണും ഉണ്ട് മേരിയും ഉണ്ട്. മൂന്നാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ജോൺ ആസ് വെൽ ആസ് മേരി. മൂന്നാമത്തെ സബ്ജക്റ്റിനകത്ത് ജോണും ഉണ്ട് മേരിയും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, ഫസ്റ്റ് സബ്ജക്ട് ജോൺ മാത്രമാണ്, രണ്ടാമത്തെ സബ്ജക്റ്റിനകത്ത് ജോണും ഉണ്ട് മേരിയും ഉണ്ട്, മൂന്നാമത്തെ സബ്ജക്റ്റിനകത്തും ഉണ്ട് ജോൺ ആസ് വെൽ ആസ് മേരി. ഇനി രണ്ട് വെർബ് തരാം. നമ്മൾ രണ്ട് വെർബ് കൊണ്ടുവന്ന് മൂന്നെടുത്ത് പ്ലേസ് ചെയ്യണം. 3 സെന്റൻസിന് നമ്മൾ ഈ രണ്ട് വെർബ് ഉപയോഗിച്ച് പ്ലേസ് ചെയ്യണം. What is the difference between want and wants? ഈ വോണ്ടും വോൺസും എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും V1 ആണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. പക്ഷെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എസ് ചേർന്ന് വരുന്ന ഈ ആളെ നമ്മൾ വിളിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള V1 എന്ന് വിളിക്കുന്നു. ഓക്കെ, എസ് ചേർന്ന് വരുന്ന എസ് ചേർന്ന് വരുന്ന വെർബിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സിംഗുലർ ആയിട്ടുള്ള V1 എന്ന് വിളിക്കുന്നു.
എസ് ഇല്ലാതെ എസ് ഒരു എസ് ചേർന്ന് വരാത്ത ആളെ നമ്മൾ എന്ന് വിളിക്കുന്നു പ്ലൂറൽ V1 എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ രണ്ടുപേരെയും നമ്മൾ V1 എന്നാണ് വിളിക്കുന്നത്. ഒരാൾ എസ് ഉള്ള ആളിനെ നമ്മൾ സിംഗുലർ V1 എന്നും എസ് ഇല്ലാതെ വരുന്ന ആളിനെ നമ്മൾ പ്ലൂറൽ V1 എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ വെർബിനെ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഒരാൾ പ്ലൂറലും ഒരാൾ സിംഗുലറുമാണ്. ജോൺ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, കാരണം ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വെർബ് കൊടുക്കുന്നു? സിംഗുലർ ആയിട്ടുള്ള വെർബ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് വോൺസ്. ഓക്കെ, ജോൺ വോൺസ്. ഇനി രണ്ടാമത്തെ സെന്റൻസിനകത്ത് ജോണും ഉണ്ട് മേരിയും ഉണ്ട്. ജോണിനെയും മേരിയും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഏതാണെന്ന് വെച്ചാൽ ആൻഡ് ആണ്. ആൻഡ് ഉപയോഗിച്ചാണ് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഏതാണ് എപ്പോഴും ഓർത്തിരിക്കുക. സോറി, ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് എപ്പോഴും എന്തായിരിക്കും? അത് പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ജോണിനെയും മേരിയും ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത വെർബ് എപ്പോഴും എന്താണ്? ആൻഡ് ആണ്. ആൻഡ് ആയതുകൊണ്ട് നമ്മളിവിടെ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? അത് വോണ്ട് യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ, ജോൺ ആസ് വെൽ ആസ് മേരി. ആസ് വെൽ ആസ് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ സെന്റൻസിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജോൺ ആസ് വെൽ ആസ് മേരി, ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ്. ഓക്കെ, അതായത് രണ്ട് സബ്ജക്ട്സുകളെ ആസ് വെൽ ആസ് വെച്ചിട്ട് കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ ആസ് വെൽ ആസ് വെച്ചിട്ടാണ് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ ജോൺ ആണ്, സെക്കൻഡ് വൺ മേരി ആണ്. ഓക്കെ, അപ്പൊ ഈ ജോണിനെയും മേരിയെയും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ആസ് വെൽ ആസ് ആണ്. ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിനാണ്. ഇവിടെ ഹിയർ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഈസ് ജോൺ. ജോൺ ഈസ് കൺസിഡർഡ് ആസ് എ സിംഗുലർ സബ്ജക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു? വോൺസ് കൊടുക്കുന്നു. ഓക്കെ, സോ ഹിയർ കംസ് ദ ആൻസർ ഈസ് വോൺസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെയും ജോണും ഉണ്ട് മേരിയും ഉണ്ട്, ഇവിടെയും ഉണ്ട് ജോണും ഉണ്ട് മേരിയും ഉണ്ട്. ഇവിടെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു, ഇവിടെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ എപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ എന്തായിട്ട് കാണുക? അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് തന്നെ കാണുക. ഓക്കെ, ഇനി ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ നമ്മൾ അതിനെ എന്തായിട്ട് കാണണം? പ്ലൂറൽ ആയിട്ട് കാണരുത്. അതിനെ സോറി, ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റിനാണ്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് കൊടുക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഒരു സബ്ജക്റ്റ് അവിടെ നടന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ആ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മളിവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് കൊടുക്കുക, പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് കൊടുക്കുക. ഓക്കെ, ഇനി ആൻഡ് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ ഒന്നും നോക്കണ്ട, അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ധൈര്യമായിട്ട് കൊടുക്കാം, പ്ലൂറൽ ആയിട്ടുള്ള വെർബ് കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റിനാണ്. അതായത് if two subjects are connected by using the word as well as, the verb depends on the first subject ആണ്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആസ് വെൽ ആസ് വെച്ച് കണക്ട് ചെയ്ത് ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ജോൺ ആയതുകൊണ്ട് നമ്മളിവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ജോൺ. അതുകൊണ്ട് നമ്മളിവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഫോംസ് കൊടുത്തു. ഇത് ഓക്കെ ആണല്ലോ. ഇതേപോലെയുള്ള പ്രത്യേകത ആസ് വെൽ ആസിൽ മാത്രമല്ല, ആസ് വെൽ ആസ് പോലെ തന്നെ നമ്മളൊരു 20 കണക്റ്റിംഗ് വേർഡ് നമ്മൾ കാണാതെ പഠിക്കണം. എത്ര കണക്റ്റിംഗ് വേർഡ്സ് ആണ്? 20 കണക്റ്റിംഗ് വേർഡ്സ് നമ്മളിതുപോലെ കാണാതെ പഠിക്കണം. അതായത് ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ്. അതായത് വെർബ് ഡിപെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ സബ്ജക്റ്റിനെയാണ്. ഏതൊക്കെ വേർഡ്സ് വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് വെർബ് ഡിപെൻഡ് ആദ്യത്തെ സബ്ജക്റ്റിനെ ഡിപെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ആസ് വെൽ ആസ് നമ്മൾ പഠിച്ചു, ആസ് വെൽ ആസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എലോങ് വിത്ത്, ആസ് വെൽ ആസ് പോലെ തന്നെ പ്രത്യേകത ആർക്കും ഉണ്ട്? എലോങ് വിത്തിനും ഉണ്ട്. അപ്പൊ ആസ് വെൽ ആസ് ഉണ്ട്, എലോങ് വിത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്? ടുഗദർ വിത്ത് ഉണ്ട്, ഇൻ അഡീഷൻ ടു ഉണ്ട്, ലൈക്ക് ഉണ്ട്, അൺലൈക്ക് ഉണ്ട്, വിത്ത് ഉണ്ട്, എക്സെപ്റ്റ് ഉണ്ട്, റാദർ ദാൻ ഉണ്ട്, ഇത് നോ ലെസ് ദാൻ ആണ്, നോ ലെസ് ദാൻ ഉണ്ട്, മോർ ദാൻ വൺ ഉണ്ട്, നത്തിങ് ബട്ട് ഉണ്ട്, പിന്നെ വെറും ബട്ട് ഉണ്ട്, ഇവിടെ നോ ഇല്ല, ബിസൈഡ്സ് ഉണ്ട്, റൺ ബൈ ഉണ്ട്, ലെഡ് ബൈ ഉണ്ട്, ഗവേൺഡ് ബൈ ഉണ്ട്, അക്കമ്പനീഡ് ബൈ ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഉണ്ട്. ഈ 20 കണക്റ്റിംഗ് വേർഡ്സിനെ വെച്ചിട്ട് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതായത് ആസ് വെൽ ആസ് വെച്ചിട്ടോ, എലോങ് വിത്ത് വെച്ചിട്ടോ,
ടുഗദർ വിത്ത് വെച്ചിട്ടോ along with വെച്ചിട്ടോ together with വെച്ചിട്ടോ and വെച്ചിട്ടോ sorry not and not വെച്ചിട്ടോ in addition to വെച്ചിട്ടോ like വെച്ചിട്ടോ unlike വെച്ചിട്ടോ except വെച്ചിട്ടോ rather than വെച്ചിട്ടോ no less than വെച്ചിട്ടോ more than one nothing but besides run by led by accompanied by governed by including ഈ 20 കണക്റ്റിംഗ് വേർഡ്സ് വെച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അത് എന്തെന്ന് പറയുന്നത് വെർബ്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഇനി ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് കണക്റ്റിംഗ് വേർഡ്സ് ഏതെല്ലാമാണ് ഒന്നുകൂടെ പറയാം. ആസ് വെൽ ആസ്, along with, together with, and not, in addition to. അഞ്ചെണ്ണം ഒന്ന് പറഞ്ഞേ. as well as, along with, together with, and not, in addition to. അഞ്ചെണ്ണം ആയല്ലോ. ഏതൊക്കെയാണ്? as well as, along with, together with, and not, in addition to. next 5 like, unlike, with, except, rather than. next 5 ഏതൊക്കെയാണ്? like, unlike, with, except, rather than. അടുത്തത് no less than, more than one, nothing but, പിന്നെ but, besides, പിന്നെ run by, led by, governed by, accompanied by, including. ഈ 20 കണക്റ്റിംഗ് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കും. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യുക. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ജോൺ ആസ് വെൽ ആസ് മേരി. ഈ ജോണിനെയും മേരിയെയും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഏതാണ് ഇവിടെ? ആസ് വെൽ ആസ് ആണ്. ഓക്കെ, ആസ് വെൽ ആസ് വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റിനാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ജോൺ ആണ്. ജോൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുത്തു? വോൺസ് കൊടുത്തു. നമുക്കറിയാം വോണ്ടും വോൺസും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് വോണ്ടിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടും വോൺസിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹി ആൻഡ് നോട്ട്. ആൻഡ് അല്ല, നമുക്കറിയാം ആൻഡ് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ നമ്മൾക്കറിയാം അതിനെ പ്ലൂറൽ ആയിട്ട് നമ്മൾ കാണുകയുള്ളൂ. ഏതെങ്കിലും രണ്ട് സബ്ജക്ട്സിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൻഡ് നോട്ട് ആണ്. ഹി ആൻഡ് നോട്ട് ഹിസ് ഫ്രണ്ട്സ്. ഇവിടെ ഹി ഒരു സബ്ജക്റ്റ് ആണ്, സെക്കൻഡ് സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ് ആണ്. ഇവിടെ ആൻഡ് നോട്ട് ആയതുകൊണ്ട് നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹി ഈസ് എന്ന് കൊടുത്തു. നോക്കിക്കേ, പക്ഷേ ഈസിന് തൊട്ട് മുന്നേ കിടക്കുന്ന സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് 6 കൊടുക്കാനുള്ള ടെൻഡൻസി വരും. ഒരിക്കലും കൊടുക്കരുത്. ഇവിടെ കണക്റ്റിംഗ് വേർഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ, കേട്ടല്ലോ. അപ്പോൾ ഈസ് ആണ് ഇവിടെ വരേണ്ടത്, 6 അല്ല. തൊട്ട് മുമ്പേ ഹിസ് ഫ്രണ്ട്സ് കിടക്കുന്നതാണ്, ഇവിടെ 6 എഴുതരുത്. നെക്സ്റ്റ് വൺ ദ ടീച്ചേഴ്സ് എലോങ് വിത്ത് ദ പ്രിൻസിപ്പൽ. ഇവിടെ കണക്റ്റിംഗ് വേർഡ് എലോങ് വിത്ത് ആണ്. രണ്ട് സബ്ജക്ട്സ് ഉണ്ടല്ലോ. കണക്ട് ചെയ്യാൻ എപ്പോഴും നമ്മൾ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും രണ്ട് സബ്ജക്ട്സ് ഉണ്ടെങ്കിലാണ്, അല്ലേ? രണ്ട് സബ്ജക്ട്സ് ഉള്ളത് കൊണ്ടാണ് കണക്റ്റിംഗ് വേർഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ എലോങ് വിത്ത് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് വരാനുള്ള കാരണം ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ട്, സെക്കൻഡ് വണ്ണിനകത്ത് പ്രിൻസിപ്പൽ ഉണ്ട്. അപ്പം എലോങ് വിത്ത് ആയത് കണക്റ്റിംഗ് വേർഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിൽ നോക്കുന്നു. ദ ടീച്ചേഴ്സ് ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുത്തു? 6 എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് കൊടുത്തു. ഓക്കെ അല്ലോ, സോറി. അപ്പോൾ ഏതൊക്കെയാണ് കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ആസ് വെൽ ആസ് ഉണ്ട്, എലോങ് വിത്ത് ഉണ്ട്, ടുഗദർ വിത്ത് ഉണ്ട്, ആൻഡ് നോട്ട് ഉണ്ട്, ഇൻ അഡീഷൻ ടു ഉണ്ട്, ലൈക്ക് ഉണ്ട്, അൺലൈക്ക് ഉണ്ട്, വിത്ത് ഉണ്ട്, എക്സെപ്റ്റ് ഉണ്ട്, റാദർ ദാൻ ഉണ്ട്, നോ ലെസ് ദാൻ ഉണ്ട്, മോർ ദാൻ വൺ ഉണ്ട്, നത്തിങ് ബട്ട് ഉണ്ട്, ബിസൈഡ്സ് ഉണ്ട്, റൺ ബൈ, ലെഡ് ബൈ, ഗവേൺഡ് ബൈ, അക്കമനേഡ് ബൈ ആൻഡ് ഇൻക്ലൂഡിങ്. ഈ ഇത്രയും 20 വേർഡ്സ് വെച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ എക്സാമ്പിൾസ് നോക്കുക. ഇത് നോ ലെസ് ദാൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if the subject is singular the verb must be singular, if the subject is plural the verb must be plural. ഈ ഇത്രയും കണക്റ്റിംഗ് വേർഡ്സ് വെച്ച് രണ്ട് സബ്ജക്ട്സ് വരുമ്പോഴാണ് കണക്റ്റിംഗ് വേർഡ്സിന് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ രണ്ട് സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ ഈ രണ്ട് സബ്ജക്ട്സുകളെയും
ഈ 20 വേർഡ്സ് വെച്ച് കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഒരു വെർബ് കൊടുക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള ഒരു വെർബ് കൊടുക്കുക. അതാണ് വെർബ് ഡിപെൻഡ്സ് ഓൺ ദ അല്ലെങ്കിൽ വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്ന റൂൾ. ഇതാണ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ 20 കണക്റ്റിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ പറയാം. ആസ് വെൽ ആസ് ഉണ്ട്, along with ഉണ്ട്, together with ഉണ്ട്, and not ഉണ്ട്, in addition to ഉണ്ട്, like ഉണ്ട്, unlike ഉണ്ട്, with ഉണ്ട്, except ഉണ്ട്, rather than ഉണ്ട്, no less than ഉണ്ട്, more than one ഉണ്ട്, nothing but ഉണ്ട്, besides ഉണ്ട്, led by ഉണ്ട്, run by ഉണ്ട്, governed by ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഉണ്ട്. ഈ 20 കണക്റ്റിംഗ് വേർഡ്സിനെ വെച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ വെർബ് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. 20 വേർഡ്സ് വെച്ച് നമ്മൾ 20 വേർഡ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് റൂൾ നമ്പർ 2ലേക്ക് പോകാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് റൂൾ നമ്പർ 2ലേക്ക് പോകാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെർബ് എഗ്രീസ് വിത്ത് ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വെർബ് ഡിപെൻഡ്സ് ഓൺ അല്ലെങ്കിൽ വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെർബ് എഗ്രീസ് വിത്ത് ദ സെക്കൻഡ് സബ്ജക്റ്റ്. അതായത് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് നമ്മൾ ഈ പറയപ്പെടുന്ന വേർഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 20 വേർഡ്സ് ഒന്നും പഠിക്കണം. നമ്മളിവിടെ വെറും 5 വേർഡ്സ് പഠിച്ചാൽ മതി അല്ലേ? ഭാഗ്യമുണ്ട് അല്ലേ? 5 കണക്റ്റിംഗ് വേർഡ്സ് പഠിച്ചാൽ മതി. അപ്പൊ ഈ 5 വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ വെർബ് എഗ്രീസ് വിത്ത് ദ second subject. That means the second subject, if the second subject is singular, use singular verb. If the second subject is a plural, use plural verb. Okay ആണല്ലോ? Okay. If whenever two subjects are connected by using or, nor, either or, neither nor, not only but also. 5 words ഏതൊക്കെയാണ്? or ഉണ്ട്, nor ഉണ്ട്, either or ഉണ്ട്, neither nor ഉണ്ട്, not only but also ഉണ്ട്. ഈ 5 വേർഡ്സ് വെച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. അതായത് ഓർ വെച്ചിട്ടോ, നോർ വെച്ചിട്ടോ, എയ്തർ ഓർ വെച്ചിട്ടോ, നെയ്തർ നോർ വെച്ചിട്ടോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടോ നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഏത് സബ്ജക്റ്റിനായിരിക്കും? സെക്കൻഡ് സബ്ജക്റ്റിനായിരിക്കും. മുമ്പേ പറഞ്ഞത് നമ്മൾ ആ 20 വേർഡ്സ് വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ പറയുന്നത് ഇനി വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റിനാണ്. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്തോരായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്തുമായിരിക്കണം? അത് പ്ലൂറൽ ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ്. സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സാമ്പിൾസ് നോക്കാം. either the lion or the bears. ഇവിടെ either or വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. either or അല്ലെങ്കിൽ or വെച്ചിട്ടാണ് രണ്ട് സബ്ജക്റ്റിനെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് the lion ആണ്. the second സബ്ജക്റ്റ് എന്ന് പറയുന്നത് the bears ആണ്. the bears എന്ന് പറയുന്നതാണ് സെക്കൻഡ് സബ്ജക്റ്റ്. either or വെച്ച് കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ the bears എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ അതൊരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പ്ലൂറൽ ആയിട്ടുള്ള വെർബ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ the bears എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ചു? ഹാവ് ഉപയോഗിച്ചു. ഹാസിന് പകരം നമ്മൾ ഹാവ് ഉപയോഗിച്ചു. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലും ഹാസ് എന്ന് പറയുന്നത് സിംഗുലറും ആണ്. ഓക്കെ ആണല്ലോ. അപ്പം either or വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ സിംഗുലർ വെർബ് വേണോ പ്ലൂറൽ വെർബ് വേണോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. neither nor. neither the bears nor the lion has escaped from the sewer. ഇവിടെ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് neither nor അല്ലെങ്കിൽ nor വെച്ചിട്ടാണ്. either or വെച്ചിട്ടോ neither nor വെച്ചിട്ടോ not only but also വെച്ചിട്ടോ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് എഗ്രീസ് വിത്ത് ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്. സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വെർബിനെ ഡിസൈഡ് ചെയ്യാൻ. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് the lion ആണ്. the lion എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. the lion എന്ന് പറയുന്നത് സിംഗുലർ ആണ്.
സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് കൊടുത്തു? ഇവിടെ ഹാസ് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സെന്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ തന്നെ എന്തും മാറി? വെർബും മാറി. കണ്ടോ? ഇവിടെ ദ ലയൺ ഓർ ദ ബെയേഴ്സ് എന്ന് വന്നു, ഇവിടെ ദ ബെയേഴ്സ് നോർ ദ ലയൺ എന്ന് വന്നു. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഹാവ് വന്നു, ഇവിടെ എന്ത് വന്നു? ഹാസ് വന്നു. സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ വെർബ് മാറിയതുകൊണ്ടോ? അതിനുള്ള കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന കണക്റ്റിംഗ് വേർഡ് ആണ്. ഓക്കെ, അപ്പം എയ്തർ ഓർ വെച്ചിട്ടോ നെയ്തർ നോർ വെച്ചിട്ടോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ടോ ഓർ വെച്ചിട്ടോ നോർ വെച്ചിട്ടോ ഓക്കെ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് എന്നാണ്. സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയിട്ട് വേണം ഏത് വെർബ് ഉപയോഗിക്കാനെന്ന് നമ്മൾ തീരുമാനിക്കാൻ. ഓക്കെ, തേർഡ് വൺ നോക്കാം നമുക്ക്. നോട്ട് ഓൺലി ഡോഗ്സ് ബട്ട് ഓൾസോ കാറ്റ്സ്. ഇവിടെ ഉണ്ട് രണ്ട് സബ്ജക്ട്സ്. ഒരെണ്ണം ഡോഗ്സ് ആണ്, രണ്ടാമത്തത് കാറ്റ്സ് ആണ്. അപ്പോൾ ഈ ഡോഗ്സിനെയും കാറ്റ്സിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഏതാണെന്ന് വെച്ചാൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ നമ്മൾ എന്ത് വേണം ഉപയോഗിക്കാൻ? സെക്കൻഡ് സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം വെർബ് ഉപയോഗിക്കാൻ. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കാറ്റ്സ് ആണ് സെക്കൻഡ് സബ്ജക്റ്റ്. കാറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ആർ യൂസ് ചെയ്യുന്നു. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലൂറൽ ആയിട്ടുള്ളൊരു വെർബാണ് ആർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പം വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റിന്റെ കണക്റ്റിംഗ് വേർഡ്സ് അഞ്ചെണ്ണമാണ്. ഓർ ഉണ്ട്, നോർ ഉണ്ട്, എയ്തർ ഓർ ഉണ്ട്, നെയ്തർ നോർ ഉണ്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉണ്ട്. ഏതൊക്കെയാണ്? ഓർ ഉണ്ട്, നോർ ഉണ്ട്, എയ്തർ ഓർ ഉണ്ട്, നെയ്തർ നോർ ഉണ്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉണ്ട്. ഈ അഞ്ച് വേർഡ്സിനെ വെച്ചിട്ട് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ്. കണക്റ്റിംഗ് വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കുക. Whenever two subjects are connected by using or, nor, either or, neither nor, not only but also, the verb agrees with the second subject. ഇവിടെ നമ്മൾ 5 കണക്റ്റിംഗ് വേർഡ്സ് പഠിച്ചാൽ മതി. മറ്റേത് നമ്മൾ 20 കണക്റ്റിംഗ് വേർഡ്സ് പഠിക്കണം. പക്ഷെ മറന്നു പോകരുത്. ഫ്ലോയിൽ കാണാൻ പഠിക്കേണ്ട. വൈകാട്ടി ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾ ഒരു 10 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അധികം വരും. ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. As well as, along with, together with, and not in addition to, like, unlike, with, except, rather than, no less than, more than one, nothing but, besides, run by, led by, governed by, accompanied by, including. ഇത്രയും വേർഡ്സ് വെച്ചിട്ട് ഈ 20 വേർഡ്സ് വെച്ചിട്ട് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർ ഉണ്ട്, നോർ ഉണ്ട്, ഐദർ ഓർ ഉണ്ട്, നെയ്തർ നോർ ഉണ്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉണ്ട്. ഈ 5 സബ്ജക്ട്സിനെ വെച്ച് നമ്മൾ ഈ 5 കണക്റ്റിംഗ് വേർഡ്സിനെ വെച്ചിട്ട് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യണം സിംഗുലർ വെർബ്. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യണം പ്ലൂറൽ വെർബ്. ഇതാണ് ഈ രണ്ട് റൂൾ. ഇപ്പൊ രണ്ട് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഈ രണ്ട് റൂളും ഓക്കെ ആണല്ലോ? അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റൂൾ നമ്പർ 3 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി. ഈച്ചും എവരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് റൂൾ നമ്പർ 3. നമുക്ക് ആകെ 120 റൂൾസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ 2 റൂൾസ് ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ റൂളാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി. ഈച്ചും എവരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, കോൺസെപ്റ്റ് നമ്പർ 1. 3-4 കോൺസെപ്റ്റ് ഉണ്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. 3-4 കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് they are always followed by a singular verb. ഇവരിൽ നിന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ഫോളോ ചെയ്യേണ്ട വെർബ് എപ്പോഴും ഈച്ച് വെച്ചിട്ടോ എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. എന്താണ്? they are always followed by a singular verb. ഈച്ച് വെച്ചിട്ടോ എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ they are always followed by a singular verb എന്നാണ്. ഈച്ച് വെച്ചിട്ടോ എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. അതായത് കോൺസെപ്റ്റ് നമ്പർ 1. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം what is the first similarity or what is the difference between each and every എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ എന്താണ്? they are always. ഇത് വ്യത്യാസമല്ല, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി ആണ്. ഇവരുടെ രണ്ട് പേർക്ക് ശേഷവും നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. ഈച്ച് വെച്ചിട്ടോ
എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവർ രണ്ടുപേർക്ക് ശേഷവും നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ നോക്കുക. ഈച്ച് സ്റ്റുഡൻറ് ഈസ് വെരി ടാലന്റഡ്. ഈച്ച് സ്റ്റുഡൻറ് ഈസ് വെരി ടാലന്റഡ്. ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് ഈസ് വെരി ടാലന്റഡ്. ഈച്ച് ഓഫ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈച്ച് സ്റ്റുഡൻറ് ഈസ് വെരി ടാലന്റഡ് എന്ന് പറയുന്നത് ഇവിടെ ഈച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് ഈസ് വെരി ടാലന്റഡ്. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഈസിനെയാണ്. കണ്ടോ? ഈസിന് തൊട്ട് മുന്നേ കൊടുത്തിരിക്കുന്ന സബ്ജക്ട് സ്റ്റുഡൻസ് ആണ്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈച്ച് വെച്ചിട്ടാണ്. ഈച്ച് വെച്ചിട്ടോ എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ they are always followed by a singular verb എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എവരി സ്റ്റുഡൻറ് ഈസ് വെരി ടാലന്റഡ്. ദിസ് സെന്റൻസ് ഈസ് ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് എവരി. ഈ സെന്റൻസ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവരി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ഈസ് യൂസ് ചെയ്തു. ഓക്കെ. അപ്പൊ ഈ സ്റ്റുഡൻറ് ഈസ് വെരി ടാലന്റഡ്. ഈച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് ഈസ് വെരി ടാലന്റഡ്. എവരി സ്റ്റുഡൻറ് ഈസ് വെരി ടാലന്റഡ്. അപ്പൊ ഈച്ച് വെച്ചിട്ടോ എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ അവരെ ഫോളോ ചെയ്തു വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ദാറ്റ് ഈസ് കോൺസെപ്റ്റ് നമ്പർ 1. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈച്ച് വെച്ചിട്ടോ എവരി വെച്ചിട്ടോ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താൽ they are always followed by singular verb. നെക്സ്റ്റ് വൺ. സെക്കൻഡ് കോൺസെപ്റ്റ്. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ 2 or more than 2 items or people. രണ്ടോ അതോ രണ്ടിൽ അധികമോ ഐറ്റംസ് ഓർ പീപ്പിളിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈച്ച് ഉപയോഗിക്കാം. രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് ഉപയോഗിക്കാം. രണ്ടിൽ കൂടുതലുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് ഉപയോഗിക്കാം. പക്ഷെ എവരിയെ രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ നമുക്ക് എവരി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താണ് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഉള്ള ഐറ്റംസ് ഓർ പീപ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈച്ച് ഉപയോഗിക്കാം. പക്ഷെ എവരിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? എവരി ഉപയോഗിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് കോൺസെപ്റ്റ് നമ്പർ 2. ഓക്കെ. ഈച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ 2 or more than 2 items or people. But every is used for more than 2 items or people. അപ്പം രണ്ടോ ഓർ മോർ ദാൻ 2 എന്ത് ഉപയോഗിക്കാം? ഈച്ച് ഉപയോഗിക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ ഓർ മോർ ദാൻ 2 രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഈച്ച് എവരി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം കോൺസെപ്റ്റ് നമ്പർ 1 എന്താണ്? they are always followed by a singular verb. അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്ത് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടും ഫോർ മോർ ദാൻ 2 items or പീപ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് ഉപയോഗിക്കാം. എവരി എന്ന് പറയുന്നതിനെ ഫോർ മോർ ദാൻ 2 items or പീപ്പിളിന് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? എവരി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. we cannot use every for exactly 2 items or things. we cannot use every നമ്മൾ ഒരു കാരണവശാലും 2 things അല്ലെങ്കിൽ 2 പീപ്പിളിനോ 2 ഐറ്റംസിനോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? എവരി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ടെണ്ണത്തിനോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലിനോ വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് ഉപയോഗിക്കാം. രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? എവരി ഉപയോഗിക്കാൻ പാടുള്ളൂ. ദിസ് ഇസ് കോൺസെപ്റ്റ് നമ്പർ 2. കോൺസെപ്റ്റ് നമ്പർ 1 they are always followed by a singular verb. കോൺസെപ്റ്റ് നമ്പർ 2 രണ്ടെണ്ണത്തിനോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഐറ്റംസ് ഓർ പീപ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് ഉപയോഗിക്കാം. എവരി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? എവരി യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ. each person on this earth has to die one day. each person on this earth. അതായത് ഈ ഭൂമിയിലെ ഓരോ വ്യക്തികളും എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 items ആണ് അല്ലേ? മോർ ദാൻ 2 items അല്ലെങ്കിൽ മോർ ദാൻ 2 persons അല്ലേ? അപ്പോൾ ഈ ഭൂമിയിലെ ഓരോ വ്യക്തികളും എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാരില്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഈച്ച് ഉപയോഗിക്കാം. അപ്പൊ അത് ശരിയാണ്. ഇത് ശരിയാണ് അല്ലെ? മോർ ദാൻ 2 persons. ഇനി എവറി പേഴ്സൺ ഐ നോ ഹാസ് വാച്ച്ഡ് ദിസ് മൂവി. അതായത് എനിക്കറിയാവുന്ന എല്ലാ വ്യക്തികളും എന്ത് കണ്ടു? ആ സിനിമ കണ്ടു അല്ലേ? എവറി പേഴ്സൺ ഐ നോ എനിക്കറിയാവുന്ന എല്ലാ വ്യക്തികളും എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 അല്ലേ? അത് എനിക്ക് ആകെ 2 പേരെ മാത്രമേ അറിയുള്ളൂ അല്ലല്ലോ? അപ്പം എനിക്കറിയാവുന്ന എല്ലാ വ്യക്തികളും എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 persons ആണ്. അത് നോക്കിയേ. എവറി പേഴ്സൺ ഐ നോ ഹാസ് വാച്ച്ഡ് ദ മൂവി. അതായത് മോർ ദാൻ 2 persons. അവിടെ എന്തോ എവരി വന്നു. അപ്പോൾ മോർ ദാൻ 2 personsന് നമുക്ക് എവരി യൂസ് ചെയ്യാം, ഈച്ച് യൂസ് ചെയ്യാം. ഇനി ഈ സെന്റൻസ് പറഞ്ഞ ഡിഫറൻസ് നോക്കിയേ. he has a book in each hand.
he has a book in every hand. ഇതിനകത്തുള്ള ശരിയാണ്. every hand each hand എന്നാണ് ഒരിടത്ത് പറയുന്നത്. ഒരു സെന്റൻസ് each hand, ഒരു സെന്റൻസിൽ every hand എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്ര ഹാൻഡ് ഉണ്ട്? രണ്ടെണ്ണം അല്ലേ ഉള്ളൂ. ഈ രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മുമ്പേ പറഞ്ഞതാണ് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഈച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആസ് എ ബുക്ക് എവറി ഹാൻഡ് ആണോ ഈച്ച് ഹാൻഡ് ആണോ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആസ് എ ബുക്ക് ഈച്ച് ഹാൻഡ് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? എവരി യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടെണ്ണത്തിന് വേണ്ടിയുള്ളതിന് നമ്മൾ ഈച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഹി ഹാസ് എ ബുക്ക് ഇൻ ഈച്ച് ഹാൻഡ് എന്നുള്ളത് കറക്റ്റ്, ഹി ഹാസ് എ ബുക്ക് ഇൻ എവറി ഹാൻഡ് എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. എവരി കനോട്ട് ബി യൂസ്ഡ് വിത്ത് ടു തിങ്സ്. എവരി എന്ന് പറയുന്നത് ഒരു കാരണവശാലും രണ്ട് തിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി രണ്ട് കോൺസെപ്റ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് ഫോളോഡ് ബൈ എ സിംഗുലർ വെർബ്. അവരെ ഫോളോ ചെയ്ത് വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവരിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ ടു ഓർ മോർ ദാൻ ടു ഐറ്റംസ് ഓർ പീപ്പിൾ, രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഉള്ള ഐറ്റംസ് ഓർ പീപ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് ഉപയോഗിക്കാം. പക്ഷെ എവരി എന്ന് പറയുന്നതിനെ നമ്മൾ ഓൺലി ഫോർ മോർ ദാൻ ടു ഐറ്റംസ് ഓർ പീപ്പിൾ, രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഈ എവരി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? Third one, every but not each can be used with the abstract nouns. Abstract nounsന്റെ കൂടെ ഒരു കാരണവശാലും ഈച്ച് ഉപയോഗിക്കാൻ പാടില്ല, എവരി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ്? അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഈച്ച് ഉപയോഗിക്കാൻ പാടില്ല, എവരി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് ത്രൂ നമുക്ക് പെർസീവ് ചെയ്യാൻ സാധിക്കാത്ത നൗൺസ് ഉണ്ടല്ലോ. ഇപ്പം ഐ ലവ് യു എന്ന് പറയുമ്പോൾ ലവ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരിക്കലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം എനിക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല? തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സെൻസ് ഓർഗൻസ് ത്രൂ നമുക്കത് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, സ്മെൽ ചെയ്യാൻ പറ്റത്തില്ല, ടച്ച് ഫീൽ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള നൗൺസിനെ ഒക്കെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺസ്. നമ്മുടെ സെൻസ് ഓർഗൻസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെർസീവ് ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റീസിനെ ഒക്കെ ഇമോഷൻസിനെ ഒക്കെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺസ്. ആ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാൽ അബ്സ്ട്രാക്ട് നൗൺസിന്റെ എക്സാമ്പിൾ ആണ് ലവ്, ഹേറ്റ്, ആങ്കർ, ഓണസ്റ്റി, പൊളൈറ്റ്നെസ്, റെസ്പെക്ട്. ഇതെല്ലാം എന്തെന്ന് പറയുന്ന അബ്സ്ട്രാക്ട് നൗൺസിന് ഞാൻ വളരെ സത്യസന്ധയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ സത്യസന്ധത നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? എനിക്കത് പറയാനല്ലേ പറ്റും ഞാൻ വളരെ സത്യസന്ധയായ ഒരു ലേഡിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാൽ ആ ഹേറ്റ്നെസ് എനിക്ക് നിങ്ങളോട് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഹേറ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ആണ്. ഐ ലവ് യു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം നിങ്ങളോട് പറയാൻ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയാനല്ലേ പറ്റുമോ? എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ നൗൺസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ്. അപ്പൊ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാലും ഈച്ച് യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ്? അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാലും ഈച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ എപ്പോഴും നമ്മൾ എവരിയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ്? അപ്പൊ കോൺസെപ്റ്റ് നമ്പർ 3 എന്താണ്? അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ നമ്മൾ ഒരു കാരണവശാലും ഈച്ച് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ഓൺലി ദ വേർഡ് എവരി വിത്ത് അബ്സ്ട്രാക്ട് നൗൺസ്. അപ്പൊ മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്താണ്? അല്ലെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? ദേ ആർ ഓൾവേസ് ഫോളോഡ് ബൈ സിംഗുലർ വെർബ്. ഈച്ചിനും എവരിക്കും ശേഷം ഫോളോ ചെയ്ത് വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു അല്ലെങ്കിൽ ഫോർ മോർ ദാൻ ടു ഐറ്റംസ് ഓർ പീപ്പിളിന്റെ കൂടെ നമുക്ക് ഈച്ച് യൂസ് ചെയ്യാം. പക്ഷെ എവരി ആണെന്നുണ്ടെങ്കിൽ ഓൺലി ഫോർ മോർ ദാൻ ടു ഐറ്റംസ് ഓർ പീപ്പിളിന്റെ കൂടെ മാത്രമേ നമുക്ക് എവരി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാൽ ഈച്ച് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ഓൺലി എവരി വിത്ത് ദ വേർഡ് അബ്സ്ട്രാക്ട് നൗൺസ്. മനസ്സിലായോ? എവരി എന്ന് പറയുന്ന വേർഡ് മാത്രമേ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈച്ച് എന്ന് പറയുന്ന വേർഡ് അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. I have every reason to be happy with the new home. Second one, I have each reason to be happy with the new home. ഇവിടെ റീസൺ എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. റീസൺ എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ് കേട്ടോ. അപ്പൊ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഈച്ച് എവരിയാണ് യൂസ് ചെയ്യുന്നത്. എവരിയാണ് യൂസ് ചെയ്യേണ്ടത്. അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഈച്ച് വന്നാൽ അത് തെറ്റാണ്. ഓർത്തിരുന്നോളുക.
റീസൺ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ് കേട്ടോ. റീസൺ എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അത് പ്രീവിയസ് ആണ്. അപ്പൊ റീസൺ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ്. അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാലും ഈച്ച് ഉപയോഗിക്കാൻ പാടില്ല. യൂസ്ഫുള്ളി എവരി. കോൺസെപ്റ്റ് നമ്പർ 3. അപ്പൊ കോൺസെപ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് they are always followed by singular verb. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈച്ചും എവരി നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈച്ചിനെ 2 or 4 more than 2 items or people വേണ്ടിയിട്ട് നമുക്ക് ഈച്ച് യൂസ് ചെയ്യാം. എവരിയെ നമുക്ക് more than 2 items or people മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടിൽ കൂടുതലുള്ളതിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. തേർഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഈച്ച് എന്ന് വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. എവരി എന്ന് പറയുന്ന വേർഡ് മാത്രമേ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റീസൺ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? തേർഡ് വൺ എന്ന് പറയുന്നത് യൂസേജ് ഓഫ് പ്രോനൗൺ ആൻഡ് അഡ്ജക്റ്റീവ്. ഈച്ച് ക്യാൻ പ്ലേ ബോത്ത് ദ റോൾ ഓഫ് എ പ്രോനൗൺ ആൻഡ് അഡ്ജക്റ്റീവ്. ഈച്ച് എന്ന് പറയുന്നത് പ്രോനൗണിന്റെ റോളും ചെയ്യും, അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന്റെ റോളും ചെയ്യും. രണ്ടിന്റെയും റോൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് ഈച്ച് എന്ന് പറയുന്നത്. അപ്പം ഈച്ച് ദ വേർഡ് ഈച്ച് ക്യാൻ ബി യൂസ്ഡ് both as a pronoun and adjective. pronoun ആയിട്ടും adjective ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ആണെന്ന് പറയുന്നത് ഈച്ച്. എന്താണ് pronoun എന്ന് പറയുന്നത്? വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് noun. നൗണിനെ പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് pronoun. എങ്കിൽ adjective എന്താണെന്ന് വെച്ചാൽ വേർഡ് that are used to modify nouns അല്ലെങ്കിൽ describe, modify or describe nouns. നൗൺസിനെ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ ഉപയോഗിക്കുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അപ്പൊ പ്രോനൗൺ അഡ്ജക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. പ്രോനൗൺസ് ആർ വേർഡ്സ് which are used instead of nouns. നൗൺസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോനൗൺസ്. എങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് വെച്ചാല് നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഈച്ച് എന്ന് പറയുന്ന വേർഡ് പ്രോനൗൺ ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്, അഡ്ജക്റ്റീവ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. പക്ഷെ എവരി എന്ന് പറയുന്ന വേർഡിനെ എവരി പ്ലേസ് ഓൺലി ദ റോൾ ഓഫ് അഡ്ജക്റ്റീവ്. എവരി എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിടിയോ? അപ്പൊ ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ പ്രോനൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എവരി എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് നമ്പർ 4. എക്സാമ്പിൾ നോക്കാം. Each of my students is working very hard. Each of my students, എൻ്റെ ഓരോ സ്റ്റുഡൻസും each of my students is working very hard. ഇവിടെ each plays the role of a pronoun. ഞാൻ ഇങ്ങനെ പറയാം, എൻ്റെ ഓരോ കുട്ടികളും നല്ല ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറയുന്നതിന് പകരം അവരെല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാലും ശരിയല്ലേ? അപ്പൊ ഈച്ച് ഓഫ് മൈ സ്റ്റുഡൻസ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഞാൻ പകരമായിട്ട് ദേ ഉപയോഗിച്ചൂടെ? ദേ, അവർ എല്ലാം. അപ്പൊ ദേ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ അല്ലേ? അപ്പൊ ഈച്ച് എന്ന് പറയുന്ന വേർഡ് അവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? പ്രോനൗൺ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈച്ച് എന്ന് പറയുന്ന വേർഡ് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? പ്രോനൗൺ ആയിട്ടാണ്. അപ്പൊ ഈച്ച് ഓഫ് മൈ സ്റ്റുഡൻസിന് പകരം എനിക്ക് ദേ എന്ന് പറയുന്ന പ്രോനൗൺ യൂസ് ചെയ്യാമല്ലോ അല്ലേ? ദേ ആർ വർക്കിംഗ് വെരി ഹാർഡ്. എൻ്റെ ഓരോ കുട്ടികളും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? അപ്പൊ ഈച്ച് ഓഫ് മൈ സ്റ്റുഡൻസിനകത്ത് ഈച്ച് എന്ന് പറയുന്നത് എന്തായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? പ്രോനൗൺ ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈച്ച് സ്റ്റുഡന്റ് ഈസ് വെരി ടാലന്റഡ് അല്ലെങ്കിൽ ഈച്ച് സ്റ്റുഡന്റ് ഈസ് വർക്കിംഗ് ഹാർഡ് എന്ന സെന്റൻസിനകത്ത് ഇവിടെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ് എന്ന് പറയുന്നത് ഈച്ച്. അപ്പൊ ഈച്ച് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡിനെ വിളിക്കുന്ന പേര് നമ്മൾ അഡ്ജക്റ്റീവ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് ഈച്ച്. അപ്പൊ ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ സെന്റൻസിൽ ഈച്ച് എന്ന് പറയുന്ന വേർഡ് പ്രോനൗൺ ആയിട്ടും ഈ സെന്റൻസിൽ ഈച്ച് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, എവരി ഓഫ് മൈ സ്റ്റുഡന്റ് ഈസ് വെരി ടാലന്റഡ്. എവരി ഓഫ് മൈ സ്റ്റുഡന്റ് അങ്ങനെ നമ്മൾ പറയാറുണ്ടോ? കാരണം എവരി ഓഫ് മൈ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോനൗൺ ആയിട്ടേ വരത്തുള്ളൂ. പ്രോനൗൺ ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല? എവരിയെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് സെന്റൻസ് ഈസ് ഇൻകറക്റ്റ്. പിടികിട്ടിയോ? അല്ലെ നമുക്ക് ഇങ്ങനെ പറയാം, എവരി സ്റ്റുഡന്റ് ഈസ് വെരി ടാലന്റഡ്. ഇതിനകത്ത് എവരി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. എവരി സ്റ്റുഡന്റ്, ഓരോ കുട്ടിയും, എവരി സ്റ്റുഡന്റ്. അതായത് ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ് എവരി എന്ന് പറയുന്നത്. അപ്പൊ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡ്സിനെ വിളിക്കുന്ന
പേരെന്താണെന്ന് ചോദിച്ചാൽ അത് adjective ആണ്. അതാണ് ഡിഫറൻസ്. ഈ സെന്റൻസ് തെറ്റാണ്. ഈ every of my students is very talented incorrect ആണ്. every cannot be used as a pronoun. every എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് pronoun ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 കോൺസെപ്റ്റ്സ് പറഞ്ഞു. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് they are always followed by a singular verb. അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്ത് വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഓർ ഫോർ മോർ ദാൻ 2 ഐറ്റംസ് ഓർ പീപ്പിൾ അല്ലേ, രണ്ടോ അതോ രണ്ടിലധികമോ ഉള്ള സാധനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ വേണ്ടിയിട്ട് നമുക്ക് ഈച്ചിനെ യൂസ് ചെയ്യാം. എവരിയെ നമുക്ക് ഫോർ മോർ ദാൻ 2 ഐറ്റംസ് ഓർ പീപ്പിളിന് വേണ്ടിയിട്ട് മാത്രമേ എവരി നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത് പറഞ്ഞത് അബ്സ്ട്രാക്ട് നൗൺസിന്റെ കൂടെ ഒരു കാരണവശാൽ ഈച്ച് യൂസ് ചെയ്യാൻ പാടില്ല, എവരി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നാലാമത് പറഞ്ഞത് ഈച്ച് എന്ന് പറയുന്നതിനെ നമുക്ക് പ്രോനൗൺ ആയിട്ടും യൂസ് ചെയ്യാം, അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷെ എവരിയെ പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. These are the difference between each and every. ഒന്ന് നോക്കിയേ. Difference between each and every. ഇത് കഴിഞ്ഞെങ്കിൽ അടുത്ത നോക്കാം. 4 കോൺസെപ്റ്റ്സ് ആണ് പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് റൂളിലേക്ക് പോയാലോ? അപ്പൊ ഇന്ന് 3 റൂളാണ് ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത്. 3 റൂൾസ്, 120 റൂൾസിലകത്ത് 3 ഇപ്പൊ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ്, സെക്കൻഡ് വൺ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ്, സെക്കൻഡ് വൺ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി. ഓക്കെ, നെക്സ്റ്റ് വൺ റൂൾ നമ്പർ 4. യൂസേജ് ഓഫ് ബോത്ത്. ബോത്ത് എന്ന് പറയുന്ന വേർഡിന്റെ യൂസേജ്, യൂസ് ഓഫ് ബോത്ത്. Do not use as well as a connecting word in a sentence which starts with both. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബോത്ത് എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഒരു കാരണവശാലും ആസ് വെൽ ആസിനെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രിലിംസിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഒരു കാരണവശാലും എന്തിനെ യൂസ് ചെയ്യാൻ പാടില്ല? ആസ് വെൽ ആസിനെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബോത്ത് എന്ന് പറയുന്ന വേർഡിന്റെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് എപ്പോഴും ആൻഡ് ആണ്. എന്താണ്? ആൻഡ് ആണ്. സെന്റൻസ് നോക്കിയേ. യൂസ് ആൻഡ് ആസ് എ കണക്റ്റിംഗ് വേർഡ് ഇൻ ദ സെന്റൻസ് which starts with both. അതായത് ഫസ്റ്റ് വൺ ഈസ് do not use as well as a connecting word in a sentence which starts with both. both എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഒരു കാരണം വെച്ചാലും ആസ് വെൽ ആസ് അല്ല, മറിച്ച് കണക്റ്റിംഗ് വേർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആൻഡിനെയാണ്. എക്സാമ്പിൾ നോക്കുക. ഓക്കെ, ബോത്ത് രാം ആസ് വെൽ ആസ് ശ്യാം. ബോത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത സെന്റൻസിൽ ഇവിടെ ആസ് വെൽ ആസ് വന്നു. സെന്റൻസ് ഇൻകറക്റ്റ്. ബോത്ത് രാം ആസ് വെൽ ആസ് ശ്യാം ആർ ഗോയിങ് ടു വിസിറ്റ് ദിസ് പ്ലേസ് ഇൻകറക്റ്റ് ആണ്. അതായത് ബോത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത സെന്റൻസിൽ എന്ത് കണക്റ്റിംഗ് വേർഡ് കയറി വന്നു? ആസ് വെൽ ആസ് കയറി വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ആസ് വെൽ ആസിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ബോത്ത് രാം ആൻഡ് ശ്യാം ആർ ഗോയിങ് ടു വിസിറ്റ് ദിസ് പ്ലേസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡു നോട്ട് യൂസ് ആസ് വെൽ ആസ് എ കണക്റ്റിംഗ് വേർഡ് വിച്ച് സ്റ്റാർട്ട്സ് എ സെന്റൻസ് വിത്ത് ബോത്ത്. ബോത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ ഒരു കാരണവശാലും ആസ് വെൽ ആസ് എന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. ബോത്ത് എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് വരേണ്ടത് ആൻഡ് ആണ്, ഒരിക്കലും ആസ് വെൽ ആസ് ആവരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോത്ത് ആൻഡ് നോട്ട് cannot be used together in a sentence. ബോത്തും നോട്ടും ഒരു കാരണവശാലും ഒരുമിച്ച് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ബോത്ത് എന്ന് പറയുന്ന വേർഡ് വരുന്ന സെന്റൻസിൽ അത് ബോത്ത് രാമുവും രാജു, ബോത്ത് രാമു ആൻഡ് രാജു എന്ന് പറയാം.
പക്ഷെ രാജുവും ഇല്ല രാമുവും ഇല്ല. ബോത്ത് രാജു ആൻഡ് നോട്ട് രാജു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ബോത്തും നോട്ടും ഒന്നും ഒരുമിച്ച് ഒരു സെന്റൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ബോത്ത് രാമു ആൻഡ് രാജു അല്ലെങ്കിൽ രാജു ആൻഡ് നോട്ട് രാമു എന്നൊന്നും ഒരുമിച്ച് ബോത്ത് വരുന്ന സെന്റൻസിൽ നോട്ടും ഉപയോഗിക്കാൻ പാടില്ല. നോക്കിക്കേ, ബോത്ത് രാം ആൻഡ് ശ്യാം ആർ നോട്ട് ഗോയിങ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. ബോത്ത് വന്ന സെന്റൻസിനകത്ത് ആര് വരാൻ പാടില്ല, നോട്ട് വരാൻ പാടില്ല. ബോത്ത് രാമു ആൻഡ് രാജു ആർ നോട്ട് ഗോയിങ് ടു വിസിറ്റ് ദിസ് പ്ലേസ് എന്ന് പറയുന്നത് രാമുവും രാജുവും ആ പ്ലേസ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, വിസിറ്റ് ചെയ്യാൻ പോകുന്നില്ല, രണ്ടുപേരും പോകുന്നില്ല. ഇൻ സച്ച് കേസ് യു ഹാവ് ടു യൂസ് നെയ്തർ നോർ. അങ്ങനെ നിങ്ങൾ ബോത്ത് ആൻഡ് നോട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നെയ്തർ നോർ ആണ്. എന്താണ് യൂസ് ചെയ്യേണ്ടത്? നെയ്തർ നോർ. നെയ്തർ രാമു നോർ ശ്യാം, നെയ്തർ രാം നോർ ശ്യാം ഈസ് ഗോയിങ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. ഇവിടെ ഈസ് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ കണക്റ്റിംഗ് വേർഡ് നെയ്തർ നോർ ആയതുകൊണ്ട് വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്ട്. സെക്കൻഡ് സബ്ജക്ട് ശ്യാം ആയതുകൊണ്ട് നമ്മളിവിടെ ഈസ് ഉപയോഗിച്ചു അല്ലേ. ഫസ്റ്റ് സെന്റൻസിൽ ശ്യാമിന് ശേഷം ആറാണ് വന്നത്. സെക്കൻഡ് സെന്റൻസ് നമ്മൾ കറക്റ്റ് ചെയ്തപ്പോൾ ശ്യാമിന് ശേഷം ഈസ് വന്നു. നമുക്കറിയാം ഈസ് വന്നതിന്റെ കാരണം ഇവിടെ നെയ്തർ നോർ ആണ്. നെയ്തർ നോർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്ട് എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നെയ്തർ രാം നോർ ശ്യാം ഈസ് ഗോയിങ് ടു വിസിറ്റ് ദിസ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പം മുന്നാണ് പറയുന്നത് ബോത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ 3 പോയിന്റ് എന്നാണ്. അപ്പൊ ബോത്ത് വരുന്ന സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡായിട്ട് ഒരു ആണെന്ന് വെച്ചാലും ആസ് വെൽ ആസ് യൂസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ബോത്ത് എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡായിട്ട് ആൻഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, ബോത്തും നോട്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു സെന്റൻസിൽ ബോത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ ഒരു കാരണവശാലും നോട്ട് വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ബോത്തും നോട്ടും വരുന്ന സാഹചര്യം വരുന്ന സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെയ്തർ നോറിനെയാണ്. എന്താണ് യൂസ് ചെയ്യേണ്ടത്? നെയ്തർ നോർ. ഇതാണ് ബോത്തിന്റെ കണ്ടീഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബോത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ ആസ് വെൽ ആസ് എന്ന് കണക്റ്റിംഗ് വേർഡ് വരാൻ പാടില്ല. ബോത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ കണക്റ്റിംഗ് വേർഡായിട്ട് ആൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബോത്തും ആൻഡും ഒരുമിച്ച് ഒരേ സെന്റൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ ബോത്തും ആൻഡും ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ അങ്ങനത്തെ കേസസിൽ ഇൻ സച്ച് കേസസ് വി ഹാവ് ടു യൂസ് നെയ്തർ നോർ. ആ സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെയ്തർ നോറിനെയാണ്. ഇതാണ് ബോത്തിന്റെ കണ്ടീഷൻ റൂള്. ഓക്കെ ആണോ? ഇപ്പൊ 4 റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. First one, verb depends on the first subject. Second subject, verb depends on the second subject. Third one, difference between each and every. Fourth one, usage of both. Okay, ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഡിസ്കസ് ചെയ്യാം. അഞ്ചാമത്തത്, ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അത് ഇതേപോലെ തന്നെ നിങ്ങൾ നോട്ട് കീപ്പ് ചെയ്യണം, ഇതേപോലെ തന്നെ. ഓക്കെ, 3 ടൈപ്പിലാണ് ഇഫ് ക്ലോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എത്ര ടൈപ്പിലാണ്? 3 ടെൻസിലാണ്. 3 ടൈപ്പിലല്ല, 3 ടെൻസിലാണ് നമുക്ക് ഇഫ് ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് സിമ്പിൾ പ്രസന്റിൽ യൂസ് ചെയ്യാൻ പറ്റും ഇഫ് ക്ലോസ്, സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും, പാസ്റ്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇഫ് ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ടെൻസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെ ടെൻസിലാണ് നമുക്ക് ഇഫ് ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ ഒന്ന് സിമ്പിൾ പ്രസന്റ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം which are the 3 tenses used in if clause? if clause ഉപയോഗിക്കാൻ പറ്റുന്ന 3 tenses simple present, simple past, past perfect. simple present structure, what is the structure of simple present? subject plus v1 plus object. simple present structure എന്താണ്? subject plus v1 plus object. then what is the structure of simple past? subject plus v2 plus object. then what is the structure of past perfect? subject plus had plus v3 plus object. ഈ 3 സ്ട്രക്ചറിലാണ് നമുക്ക് if clause യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ ടെൻസിലാണ് നമുക്ക് if clause യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒന്ന് സിമ്പിൾ പ്രസന്റ്, ഒന്ന് സിമ്പിൾ പാസ്റ്റ്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ്. ഈ 3 ടെൻസിലാണ് നമുക്ക് if clause യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി if clause സിമ്പിൾ പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് ആണ് ഈ സ്ട്രക്ചറിൽ വേണം വരാൻ. if clause സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ മെയിൻ ക്ലോസിനകത്ത് ഒന്നുകിൽ വിൽ എന്നോ അല്ലെങ്കിൽ ഷാൽ എന്നോ അല്ലെങ്കിൽ ക്യാൻ എന്നോ അല്ലെങ്കിൽ മേ എന്നോ അല്ലെങ്കിൽ മസ്റ്റ് എന്നോ പ്ലസ് v1 എന്ന് വരിക.
ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റിലാണ് ഇഫ് ക്ലോസ് വരുന്നതെങ്കിൽ ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേയ് അല്ലെങ്കിൽ മസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന സ്ട്രക്ചർ വേണം ഫോളോ ചെയ്യാൻ. അപ്പൊ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണ് എന്നുള്ളത് മെയിൻ ക്ലോസിനകത്ത് ആര് വരണം? ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേയ് അല്ലെങ്കിൽ മസ്റ്റ് പ്ലസ് V1 എന്ന് പറയാം. ഓക്കെ, ഇനി ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, അതായത് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സിമ്പിൾ പാസ്റ്റ് സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ ഒന്നുകിൽ വുഡ് എന്നോ അല്ലെങ്കിൽ ഷുഡ് എന്നോ അല്ലെങ്കിൽ കുഡ് എന്നോ അല്ലെങ്കിൽ മൈറ്റ് എന്നോ വന്നിട്ട് പ്ലസ് V1 എന്ന് പറയുക. ഓക്കെ, അതായത് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ, അതായത് ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ മാറും. അപ്പൊ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെന്നുള്ളതാണെങ്കിൽ വുഡ് എന്നോ ഷുഡ് എന്നോ കുഡ് എന്നോ മൈറ്റ് എന്നോ പ്ലസ് V1 എന്ന് പറയുക. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റിലാണ്, അതായത് സബ്ജക്റ്റ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ വുഡ് എന്നോ ഷുഡ് എന്നോ കുഡ് എന്നോ മൈറ്റ് എന്നോ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന സ്ട്രക്ചർ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുക. അതായത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിനകത്ത് വില്ലെന്നോ ഷാലെന്നോ ക്യാനെന്നോ മേയെന്നോ മസ്റ്റെന്നോ പ്ലസ് V1 എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അതായത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണ് വരുന്നതെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ വില്ലെന്നോ ഷാലെന്നോ മേയെന്നോ മസ്റ്റെന്നോ ക്യാനോ പ്ലസ് V1 എന്ന് ഉപയോഗിക്കുക. ഓക്കെ, ഈ ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഒരാൾ പ്ലസ് ഈ മോഡൽ ഓക്സിലറി പ്ലസ് V1 ഉപയോഗിക്കുക. ഇനി ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ, അതായത് സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ വുഡ് എന്നോ ഷുഡ് എന്നോ കുഡ് എന്നോ മൈറ്റ് എന്നോ പ്ലസ് V1 എന്ന് ഉപയോഗിക്കുക. ഓക്കെ, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. ഓക്കെ, ഇനി ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്, അതായത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചർ, ദാറ്റ് മീൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാണ് എന്നുള്ളതാണെങ്കിൽ വുഡ് എന്നോ ഷുഡ് എന്നോ കുഡ് എന്നോ മൈറ്റ് എന്നോ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് ഉപയോഗിക്കുക. അതായത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അതായത് ഇഫ് ക്ലോസ് വരാൻ പറ്റുന്ന 3 ടെൻസ് നോക്കുക. ഒന്ന് സിമ്പിൾ പ്രസന്റ് ഉണ്ട്, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്. സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ ഇഫ് ക്ലോസ് ഇങ്ങനെ വരിക, സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ മെയിൻ ക്ലോസ് ഇങ്ങനെ വരിക, ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ മെയിൻ ക്ലോസ് ഇങ്ങനെ ഈ സ്ട്രക്ചറിൽ വരിക. ഓക്കെ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസിന് മെയിൻസിന് എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം അവർ ശരിയാക്കി തരും, ഏതെങ്കിലും ഒരു ഭാഗം അവർ തെറ്റിച്ച് തരും. ഒന്നുകിൽ ഇഫ് ക്ലോസ് ശരിയാക്കി തന്നിട്ട് അവർ മെയിൻ ക്ലോസിന്റെ ഭാഗം തെറ്റിച്ച് തരും, അല്ലെങ്കിൽ ഇഫ് ക്ലോസിന്റെ ഭാഗം തെറ്റിച്ച് തന്നിട്ട് അവർ മെയിൻ ക്ലോസിന്റെ ഭാഗം ശരിയാക്കി തരും. അപ്പൊ ഏതാണോ ശരി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ തെറ്റായിട്ടുള്ള ഭാഗത്തെ നമ്മളൊന്ന് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കാം. Examples. If I study, I will pass the exam. If I study, I will pass the exam. എന്നാണ്. I study എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. അതായത് I study എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ഇല്ല. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള സ്ട്രക്ചർ ആണ്, സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ആണ്. സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ പറഞ്ഞാല് ഒന്നുകിൽ മെയിൻ ക്ലോസിനകത്ത് വില്ല് വരാം, അല്ലെങ്കിൽ ഷാല് വരാം, അല്ലെങ്കിൽ ക്യാൻ വരാം, അല്ലെങ്കിൽ മേ വരാം, അല്ലെങ്കിൽ മസ്റ്റ് വരാം, പ്ലസ് V1 ഉപയോഗിക്കാം. ഓക്കെ, ഈ ഇത്രയും ഓക്സിലറി വെർബിനകത്ത് ഏതെങ്കിലും ഒരാൾ. അപ്പൊ I study എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഐക്ക് ശേഷം വില്ല് എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിച്ചു, പാസ് എന്ന് പറയുന്ന V1 ഉപയോഗിച്ചു. മനസ്സിലായോ? അപ്പം ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിൽ ആയിരുന്നപ്പോൾ മെയിൻ ക്ലോസിനകത്ത് I will pass the exam എന്ന് വന്നു. ഓക്കെ, അപ്പം ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിൽ ആയിരുന്നപ്പോൾ മെയിൻ ക്ലോസ് എങ്ങനെ വന്നു? I will pass the exam എന്ന് വന്നു. അടുത്തത് if I studied എന്നുള്ളത് സബ്ജക്ട് പ്ലസ് V2 ആണ്. I studied സബ്ജക്ട് പ്ലസ് V2 എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിനകത്ത് മെയിൻ ക്ലോസ് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V3 എന്നാണ്, പ്ലസ് V1 എന്ന സ്ട്രക്ചർ ആണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 എന്ന് പറയണം. അവിടെ വുഡ് ഉണ്ട്,
പാസ് എന്ന് പറയുന്ന V1 ഉണ്ട്. നോക്കിക്കേ, അതേ സ്ട്രക്ചറിലല്ലേ വന്നത്. അപ്പൊ ഇത് ടൈപ്പ് നമ്പർ 1 എക്സാമ്പിൾ, ഇത് ടൈപ്പ് നമ്പർ 2 എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3 ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് വരേണ്ടത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇങ്ങനെയാണ് മെയിൻ ക്ലോസിനകത്ത് വരേണ്ടത്. അപ്പോൾ വുഡ് വന്നു, ഹാവ് വന്നു, പാസ്റ്റ് ആയിട്ട് V3 ഉണ്ട് കണ്ടോ. അപ്പോൾ ടൈപ്പ് നമ്പർ 1 എക്സാമ്പിൾ if I study I will pass the exam is an example for type number 1. If I studied I would pass the exam, it's an example for type number 2. If I had studied I would have passed the exam is an example for type number 3. Okay അല്ലേ? ഇനി ഈ തന്നേക്കുന്ന if clause and നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടല്ലോ, this rule is not applicable in the case of a universal truth. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഒരു പ്രപഞ്ച സത്യമാണെങ്കിൽ, ഒരു യൂണിവേഴ്സൽ ഫാക്ട് ആണെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഈ സ്ട്രക്ചർ അപ്ലൈ ചെയ്യാൻ പാടില്ല. Okay, the given structure is not applicable in the case of universal truth or universal fact. ഒരു പ്രപഞ്ച സത്യമാണ് പറയുന്നതെങ്കിൽ ഈ റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് സെന്റൻസ് പറയുമ്പോൾ ഈ സ്ട്രക്ചർ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്ലൈ ചെയ്യേണ്ടത് ഇഫ് ക്ലോസിനകത്തും മെയിൻ ക്ലോസിനകത്തും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു യൂണിവേഴ്സൽ ഫാക്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എപ്പോഴും നമ്മൾ ഏത് ടെൻസ് ഉപയോഗിച്ച് പറയാൻ പാടുള്ളൂ? ഓൺലി ഇൻ ദ ടെൻസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ പറയാൻ പാടുള്ളൂ യൂണിവേഴ്സൽ ട്രൂത്ത്. നോക്കിയേ, ഇഫ് വാട്ടർ റീച്ചസ് 100°C, വെള്ളം 100°C തിളച്ചാൽ ഈ ബോയിൽസ്, അതെന്ത് ചെയ്യും? ബോയിൽ ചെയ്യും അല്ലേ? ഇറ്റ് റീച്ച് 100°C എത്തിച്ചേർന്നാൽ എന്ത് ചെയ്യും? അത് ബോയിൽ ചെയ്യും. ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ടേൺസ് ഇൻടു വാട്ടർ വേപ്പർ. നമ്മൾ വെള്ളം ചൂടാക്കിയാൽ അത് എന്തായിട്ട് മാറുന്നത്? വാട്ടർ വേപ്പർ ആയിട്ട് ടേൺ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഒരു യൂണിവേഴ്സൽ ഫാക്ട് ആണ് അല്ലേ? ഇതെല്ലാം ഇഫ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസിന്റെ ടെൻസ് ആണ്. പക്ഷെ ഇതിന്റെ എല്ലാം ടെൻസ് നോക്കിയേ, ഈ വാട്ടർ റീച്ചസ് 100°C ഇറ്റ് ബോയിൽസ്, ഇത് സിമ്പിൾ പ്രസന്റ് അല്ലേ? ഇറ്റ് ടേൺസ് ഇൻടു വേപ്പർ, ഇത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പം ഒരു യൂണിവേഴ്സൽ ഫാക്ട് എപ്പോഴും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എപ്പോഴും ഏത് ടെൻസ് ഉപയോഗിച്ചേ പറയാൻ പാടുള്ളൂ, അത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചേ പറയാൻ പാടുള്ളൂ. ഈ സ്ട്രക്ചർ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ ആണല്ലോ? ആ സ്ട്രക്ചർ നമുക്ക് ഒന്നുകൂടി നോക്കാമേ. നോക്ക്, ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ടെൻസസ് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഇല്ലേ? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നതാണ്. ഇനി ഇഫ് ക്ലോസ് ആണ്, ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസ് വില്ലെന്നോ, ഷാലെന്നോ, ക്യാനെന്നോ, മേയെന്നോ, മസ്റ്റെന്നോ പ്ലസ് V1 എന്ന സ്ട്രക്ചർ വരിക. ഓക്കെ, ഇഫ് ക്ലോസിന്റെ സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇനി സിമ്പിൾ പാസ്റ്റിലാണ് ഇഫ് ക്ലോസ് വരുന്നതെങ്കിൽ സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ വുഡെന്നോ, ഷുഡെന്നോ, കുഡെന്നോ, മൈറ്റെന്നോ പ്ലസ് V1 എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുക. ഇനി ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലാണ്, അതായത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്ന സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുക. ഓക്കെ, അതായത് ഇനി ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫാക്ട് ആണ് പറയുന്നതെങ്കിൽ ഈ സ്ട്രക്ചർ ഉപയോഗിക്കാൻ പാടില്ല. ഒരു യൂണിവേഴ്സൽ ഫാക്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ പറയാൻ പാടുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് 5 റൂൾസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് ഓർ എഗ്രിമെന്റിൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ ഫസ്റ്റ് സബ്ജക്റ്റ്. രണ്ടാമത് സബ്ജക്റ്റ് ഓർ എഗ്രിമെന്റിൽ വെർബ് ഡിപെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ്. തേർഡ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി. ഫോർത്ത് വൺ, യൂസേജ് ഓഫ് ബോത്ത്. ഫിഫ്ത്ത് വൺ, ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. അപ്പോൾ ഇന്ന് 5 റൂൾസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 5 റൂൾസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്താണ് സബ്ജക്റ്റ് ഓർ എഗ്രിമെന്റ്? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ the verb must be singular. If the subject is a plural the verb must be plural form. Two subjects നെ നമ്മൾ 2 സബ്ജക്ട്സുകളെ നമ്മൾ 20 കണക്റ്റിംഗ് വേർഡ് വെച്ച് കണക്ട് ചെയ്താൽ verb depends on the first subject. ആ 20 കണക്റ്റിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? As well as, along with, together with, and not in addition to, like, unlike, with, except, rather than, no less than, nothing but, besides, run by, led by, governed by, accompanied by, including. ഈ 20 വേർഡ്സ് വെച്ച് കണക്ട് ചെയ്താൽ verb depends on the first subject ആണ്. ഓക്കെ, ഇനി verb depends on the second subject ഉണ്ട്. അതായത് or എന്നോ nor എന്നോ
നെയ്തർ നോർ എന്നോ എയ്തർ ഓറോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്താൽ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെക്കൻഡ് സബ്ജക്റ്റ് ആണ്. പിന്നെ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ആൻഡ് എവരി ആണ് പറഞ്ഞത്. ഈച്ചും എവരിയും നമ്മുടെ ഡിഫറൻസ് ഫസ്റ്റ് കോൺസെപ്റ്റ് ദേ ആർ ഓൾവേസ് ഫോളോഡ് ബൈ എ സിംഗുലർ വെർബ്. അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്ത് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. പിന്നെ പറഞ്ഞത് ഈച്ചും എവരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈച്ച് എന്ന് പറയുന്നത് ഫോർ ടു ആൻഡ് ഫോർ മോർ ദാൻ ടു ഐറ്റംസ് ഓർ പേഴ്സൺസിന് നമുക്ക് ടു ഉപയോഗിക്കാം. only for more than two items or people മാത്രമേ നമ്മൾ എവരി യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞത് അബ്സ്ട്രാക്ട് നൗൺസിൻ്റെ കൂടെ ഒരു കാരണം വെച്ചാൽ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഈച്ച് യൂസ് ചെയ്യാൻ പാടില്ല, എവരിയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞത് ഈച്ചിനെ നമുക്ക് പ്രോനൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോനൗൺ അഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ നമുക്ക് എവരിയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞത് ബോത്തിന്റെ യൂസേജ്. ബോത്ത് എന്ന് പറയുന്ന വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിൽ ആസ് വെൽ ആസ് ഒരിക്കലും കണക്റ്റിംഗ് വേർഡ് ആയിട്ട് വരാൻ പാടില്ല. ആൻഡ് ആണ് ബോത്തിന്റെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത്. ബോത്തും നോട്ടും കൂടെ ഒരുമിച്ച് ഒരു സെന്റൻസിൽ വരാൻ പാടില്ല. ഇൻ സച്ച് കേസസ് വി ഹാവ് ടു യൂസ് നെയ്തർ നോർ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നെയ്തർ നോർ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞത് ഈ ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ഈ 5 റൂൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 5 റൂൾസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഓരോ റൂൾസ് നോക്കാം. ആദ്യം ഒന്നും കൂടെ ഓരോന്ന് ആദ്യം മുതലൊന്ന് വായിച്ചു നോക്ക്. ഓരോന്ന് വായിച്ചു നോക്കുക. Second rule, verb depends on the second subject. Third one, difference between each and every. Balance of each and every. Then next one is usage of both. Both in a connecting word as well as and ആണ്. ബോത്തും നോട്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഇൻ സച്ച് കേസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നെയ്തർ നോർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ റൂൾ നമ്പർ 5, ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. Examples. If I study, I will pass the exam. Type 1 example ആണ്. If I studied, simple past. അപ്പോൾ എങ്ങനെ വന്നു? I would pass the exam. Type 2 example. If I had studied, past perfect. അപ്പോൾ എങ്ങനെ വന്നു? I would have passed the exam. Type 3 example. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് തരുന്ന സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഈ സ്ട്രക്ചർ. യൂസ് ഓൺലി സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ദാറ്റ് മീൻസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ള സ്ട്രക്ചർ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബാക്കി റൂൾസുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണും വരെ താങ്ക് യു എവരിവൺ.